എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്ക് കെൽറ്റിക് ക്രോസ് ചെയ്യാം. കെൽറ്റിക് ക്രോസ് ചെയ്തിട്ട് കുറേ നാളായി. കെൽറ്റിക് ക്രോസ് കുറച്ച് കാർഡ്സേ എടുക്കുള്ളൂ, പക്ഷേ അത് ആ കിട്ടുന്ന കാർഡ്സ് നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് എക്സാക്ട് സിറ്റുവേഷൻ അറിയാൻ സാധിക്കും. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്ന വളരെ സിമ്പിൾ കാര്യം, നിങ്ങളുടെ പേഴ്സൺ സ്നേഹിക്കുന്നത് നിങ്ങളെയാണോ മറ്റാരെങ്കിലും ആണോ? നമ്മൾ എപ്പോഴും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ഒരേ ഡെക്ക് വെച്ച് ഞാൻ കാർഡ്സ് എടുക്കും, രണ്ടാമത്തേത് വെച്ച് ഞാൻ ക്ലാരിഫിക്കേഷൻസ് എടുക്കും. ഓക്കെ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ എക്സാക്ട് സിറ്റുവേഷനൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം, ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. കൂടുതൽ റെസനേറ്റ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം നമ്മളുടെ ഇടയിലൊരു കണക്ഷൻ വേണം. അതെന്താണ്? സബ്സ്ക്രിപ്ഷനാണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ കൂടുതൽ റെസനേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ റീഡിങ് നല്ലതായിട്ട് വരികയാണെങ്കിൽ ക്ലെയിം ചെയ്യാനും മറക്കണ്ട. കമൻറ്റ് ബോക്സിൽ പോയിട്ട് 222 ക്ലെയിം ദിസ് എനർജി എന്ന് പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യാനും മറക്കണ്ട കേട്ടോ. റീഡിങ്ങിലേക്ക് പോകാൻ നോക്കും. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി തിരിച്ച് അവരെ സ്നേഹിക്കുന്നുണ്ടോ? ആ വ്യക്തിക്ക് എൻ്റെ വ്യൂവേഴ്സിനോടാണോ സ്നേഹം എന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിനെ തന്നെയാണോ അവരുടെ വ്യക്തി സ്നേഹിക്കുന്നത്? എൻ്റെ വ്യൂവേഴ്സിനെ തന്നെയാണോ അവരുടെ വ്യക്തി സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞു തരും. ഷഫ്ലിംഗ് മുഴുവനായിട്ടില്ല, അതുകൊണ്ട് താഴെ വീഴുന്ന കാർഡ് ഞാനിപ്പോൾ എടുക്കുന്നില്ല കേട്ടോ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ വ്യക്തി എൻ്റെ വ്യൂവേഴ്സിനെ തന്നെയാണോ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞത്. എടുക്കുകയാണേ. ചാരിയറ്റ്, Temperance, 9 of Wands, Hanged Man, Wheel of Fortune, good, Knight of Pentacles, 10 of Pentacles. ആദ്യത്തെ സെറ്റ് കാർഡ്സ് അവിടെ ഇരിക്കട്ടെ, നമുക്കതും ഞാൻ വീണ്ടും ക്ലാരിഫൈ ചെയ്താണ് മുന്നോട്ട് പോവുക കേട്ടോ. ക്ലാരിഫൈ Knight of Pentacles, clarify Knight of Pentacles, clarify Knight of Pentacles, clarify Knight of Pentacles. Empress, Emperor, ഒരു കാർഡ് ഇവിടെ എടുക്കുവേ. Magician, Knight of Pentacles വെച്ചിട്ട് അവർക്ക് റിയലൈസേഷൻ കിട്ടിയിട്ടുണ്ട്. അവർ ഒരു എംപറർ എനർജി ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളൊരു എംപ്രസ് എനർജി ഉള്ള വ്യക്തിയാണെന്ന് വെച്ചാൽ അവർക്ക് തുല്യമായിട്ടുള്ള അതേ സ്റ്റാറ്റസിൽ നിൽക്കുന്ന, അതേ മെൻറ്റാലിറ്റി കീപ്പ് ചെയ്യുന്ന, അതേ സെൽഫ് റെസ്പെക്റ്റും കാര്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന, അതേ രീതിയിൽ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യുന്ന, തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങളും എന്ന് അവർ മനസ്സിലാക്കി കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളാണ് അവരുടെ പാർട്ട്ണർ എന്നവർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്ത് തരം ഹാർഡ് വർക്ക് ചെയ്യാനും എത്ര എഫേർട്ട് ഇടാനും അവർ തയ്യാറാണ് എന്നും അവർ ചിന്തിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെ പല ഡിഫറൻസസ് ഉണ്ടായിരിക്കാം. ഓക്കെ, പക്ഷേ അതെല്ലാം എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നുള്ള പ്ലാനിങ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ പാർട്ട്ണറായിട്ട് നിങ്ങൾ മതി എന്നുള്ള തീരുമാനമാണ് അവരവിടെ എടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ക്ലാരിഫൈ ചാരിയറ്റ്, ക്ലാരിഫൈ ചാരിയറ്റ്, ക്ലാരിഫൈ ചാരിയറ്റ്. Nine of Pentacles, Queen of Pentacles, 2 of Pentacles. ഓക്കെ, അവിടെ ഒന്നുകിൽ അവരുടെ ജോബായിരുന്നു നിങ്ങളുടെ റിലേഷനിലൊരു തടസ്സമായിട്ട് വരുന്നുണ്ടായിരുന്നത്. ഒരു പക്ഷേ ഇവർ പ്രബലമായിട്ടൊരു ജോലിയിലൊക്കെ ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം, യൂണിഫോംഡ് ജോബായിരിക്കാം.
അപ്പോൾ ആ ജോലിയിലിരിക്കുന്ന സമയത്ത് അവർക്ക് നിങ്ങൾക്കായിട്ടൊരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നിരിക്കാം, അതെന്ത് സിറ്റുവേഷൻ തന്നെ ആയാലും. ഓക്കെ, അപ്പോൾ ആ ജോലിയുടെ മാന്യത അത് കാത്തു സൂക്ഷിക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു ആ സമയത്ത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ അവർ നിങ്ങളെ നിർത്തിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇപ്പോൾ അവരുടെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ അവർ അതിലൊരു സെറ്റിൽമെൻ്റ് ആയി കഴിഞ്ഞു. അവർക്ക് ഇനി സ്വന്തം കാര്യം നോക്കാനുള്ള പ്രാപ്തി ആയിട്ടുണ്ട്. ഓക്കെ, അവർക്കിനി സ്വന്തം കാര്യത്തിലേക്കും കൂടി, ഇത്ര നാൾ ഞാൻ സമൂഹത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, ഇനി ഞാൻ കുറച്ച് സ്വന്തം കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. എന്ന് വെച്ചാൽ എന്താണ്, ഇനി അവർ ആർക്കാണ് പ്രാധാന്യം തരാൻ പോകുന്നത്? നിങ്ങൾക്ക്. ജോലിക്ക് ആവശ്യമുള്ള പ്രാധാന്യം, അവിടെ ചെയ്യേണ്ടുന്ന മാന്യത, അതെല്ലാം അവർ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അവർക്ക് ആ ജഗ്ലിംഗ് ആവശ്യമില്ല. ഇനി അവർ കുറച്ച് സ്വന്തം കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പോകുന്നു. അവിടെ പ്രാമുഖ്യം തരുന്നത് നിങ്ങൾക്കാണ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ക്ലാരിഫൈ ദി ഹാങ്ഡ് മാൻ, ക്ലാരിഫൈ ദി ഹാങ്ഡ് മാൻ, ക്ലാരിഫൈ ദി ഹാങ്ഡ് മാൻ. കേസ് ബൈ കേസ് എടുത്തോളണം കേട്ടോ. എല്ലാ കാർഡും എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. ഓക്കെ, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് കപ്സ്, ഡെവിൾ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ സാഹചര്യങ്ങളിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നു. ഒബ്സ്റ്റക്കിൾ എന്ത് തന്നെ ആവട്ടെ, ഒബ്സ്റ്റക്കിൾസ് നമുക്കറിയാം, കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ്, ജോലി, അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ പ്രസൻസ്, അങ്ങനെ പാരൻ്റൽ പ്രഷർ, അങ്ങനെ എന്തോ ആവാം. ഓക്കെ, അവിടെ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ അവർ നിൽക്കുകയായിരുന്നെങ്കിൽ അവരൊരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ഇരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ സ്നേഹം മനസ്സിൽ വെച്ചിട്ട് യാതൊരു ആക്ഷനും നിങ്ങൾക്ക് വേണ്ടി എടുക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ അവർ നിൽക്കുകയായിരുന്നെങ്കിൽ അവർക്ക് മനസ്സിലായി കഴിഞ്ഞു നിങ്ങളെ വിട്ടു നിൽക്കാൻ അവർക്ക് സാധിക്കില്ല. നിങ്ങളെ പ്രതി അവർ അഡിക്റ്റഡാണ്, നിങ്ങളൊരു ഒബ്സഷനാണ് അവർക്ക് എന്നുള്ളത് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളെ വീണ്ടും കോണ്ടാക്റ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ഈ ഒരു എനർജിയിൽ നിന്നവർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കോണ്ടാക്റ്റ് തീർച്ചയായും വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, കാരണം അവർക്ക് നിങ്ങളെ വിട്ടു പോകാൻ പറ്റില്ല. അവർ ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളോടൊരു മാഗ്നറ്റിക് പുള്ളാണ് ഫീൽ ചെയ്യുന്നത്. എത്ര വിട്ടു പോകാൻ ശ്രമിച്ചാലും വിട്ടു പോകാൻ പറ്റാത്തൊരു സ്ഥിതി. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ പോയാലും പോയതുപോലെ ഇങ്ങനെ തിരിച്ചു വരുന്ന അവസ്ഥയാണ് കേട്ടോ. ക്ലാരിഫൈ ദ ടെമ്പറൻസ്, ക്ലാരിഫൈ ദ ടെമ്പറൻസ്, ക്ലാരിഫൈ ദ ടെമ്പറൻസ്, clarify temperance. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. കാരണം നിങ്ങളുടെ പേഴ്സൺ റിലീജിയസ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള, സ്പിരിച്വൽ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് കാണുന്നു. കൂടുതലായും എനിക്കൊരു പ്രീസ്റ്റാണ് അവിടെ കാണുന്നത് കേട്ടോ. ഏതെങ്കിലും സമുദായക്കാരെ ഞാൻ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. കൂടുതലായും ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന, ദൈവകാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തുന്ന വ്യക്തിയായിട്ടാണ് എനിക്കവിടെ കണക്റ്റ് ആവുന്നത്. ഹെറോഫൻറ്റ് നമ്മൾ മാരീഡ് പേഴ്സൺ ആണെന്ന് പറയാറുണ്ടെങ്കിലും കൂടെയുള്ള മറ്റ് കാർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ഇതിൽ മറ്റ് കാർഡ്സ് വെച്ച് നോക്കുമ്പോൾ പ്രബലമായിട്ട് എനിക്ക് പ്രീസ്റ്റ് എന്നുള്ള, അതായത് വിവാഹം ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രീസ്റ്റ്ഹുഡ് നയിക്കുന്ന വ്യക്തി. ഓക്കെ, സ്ത്രീയാവാം പുരുഷനാവാം കേട്ടോ. അതുകൊണ്ട് തന്നെ അതവിടെ തടസ്സമാണ്. അവർ ദൈവത്തിലേക്ക് സ്വയം സമർപ്പിച്ച വ്യക്തികളാണ്, അതിലേക്ക് ചേർന്ന് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് വലിയൊരു തടസ്സമാണ്. അവർക്ക് ആ സമുദായത്തോടുള്ള ന്യായം ചെയ്തേ മതിയാകൂ, ദൈവത്തോടുള്ള ന്യായം ചെയ്തേ മതിയാകൂ, അവരുടെ റിലിജനോടുള്ള, അവരുടെ ആ ഒരു എന്താ പറയുക, ആ ജാതിയോടുള്ള ന്യായം ചെയ്തേ മതിയാകൂ. അവരെ വിശ്വസിക്കുന്ന ജനങ്ങളുണ്ട്, അവരോടുള്ള ന്യായം ചെയ്തേ മതിയാകൂ. അതുകൊണ്ട് തന്നെ അവിടെ തടസ്സമായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അതായത് നിങ്ങളുടെ പേഴ്സൺ ഒരു പ്രീസ്റ്റൊക്കെ ആണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ. ക്ലാരിഫൈ 10 ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ 10 ഓഫ് പെൻറ്റക്കിൾസ്. കേസ് ബൈ കേസ് എടുത്തോളുക കേട്ടോ. ക്ലാരിഫൈ 10 ഓഫ് പെൻറ്റക്കിൾസ്. ഞാൻ പറഞ്ഞില്ലേ, കെൽറ്റിക് ക്രോസ് നമുക്ക് വളരെ ആഴത്തിൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ക്ലാരിഫൈ 10 ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ 10 ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ 10 ഓഫ് പെൻറ്റക്കിൾസ്. ജസ്റ്റിസ്, ഓക്കെ, ഗുഡ്. സൺ ആൻഡ് 4 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ,
അവിടെ ഒരു ഫാമിലിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു സെപ്പറേഷൻ കേസ് നടക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അറ്റ് പ്രസൻറ്റ് അവർ ചിലപ്പോൾ നിങ്ങളെ ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ ഇട്ടിരിക്കാം. കാരണം അവിടെ കേസ് നടക്കുന്നതുകൊണ്ട് പ്രത്യക്ഷത്തിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനോ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ലൈക്ക് ഒരു റെക്കോർഡ് ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ മറ്റൊരാളുമായിട്ട് അവർ റിലേഷനിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സെറ്റിൽമെൻറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിലാവും. അതുകൊണ്ട് തന്നെ അവരൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് ആ വിധി അവർക്ക് അനുകൂലമായിട്ടാണ് വരാൻ പോകുന്നത്. പിന്നെ ഇത് മനസ്സിൽ അടക്കി പിടിച്ച് ഇരിക്കേണ്ട കാര്യമില്ല. ഇനി അത് പോസിറ്റിവിറ്റിയിലേക്ക് ആ സെപ്പറേഷൻ കേസിൽ ഒരു വിധി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറായി അവർ വരും എന്ന് തന്നെയാണ് കാണുന്നത്. ആ വിധി ഉടനെ കിട്ടാൻ സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ആ സെപ്പറേഷൻ നടക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ. പക്ഷെ അവിടെ ന്യായമായിട്ട് ചെയ്യേണ്ടുന്ന എന്താണോ അത് ചെയ്തിട്ട് തന്നെയാണ് അവർ വരുന്നതെന്ന് വെച്ചാൽ അവിടെ സെറ്റിൽമെൻറ്റൊക്കെ കൊടുക്കണം. അവിടെ ഒരു ജീവനാംശം എന്നൊക്കെ പറയില്ല, അങ്ങനെയൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും അത് കൊടുത്തിട്ടാണ് അവർ വരുന്നത് കേട്ടോ. അവിടെ അങ്ങ് പാടെ തള്ളിയിട്ടല്ല വരുന്നത്. അവർ മ്യൂച്വലായിട്ട് ഡിവോഴ്സിന് പോകുന്നവരാണ്. ഓക്കെ. അങ്ങനെ ഒരു സെപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ തടസ്സമില്ല എന്ന് ഉള്ള രീതിയിലാണ് അവിടെ കാണുന്നത്. അവർ തീർച്ചയായും ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് നിങ്ങൾക്ക് അവിടെ സെപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കായിട്ട് ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് എടുക്കാനായിട്ട് തയ്യാറായിട്ട് നിങ്ങളുടെ പേഴ്സൺ വരും എന്ന് തന്നെയാണ് കാണുന്നത്. ക്ലാരിഫൈ വീൽ ഓഫ് ഫോർച്യൂൺ, ക്ലാരിഫൈ വീൽ ഓഫ് ഫോർച്യൂൺ, ക്ലാരിഫൈ വീൽ ഓഫ് ഫോർച്യൂൺ. Star, very good. Page of Wands and Ace of Wands. നിങ്ങൾ കൂടുതലായും സോഷ്യൽ മീഡിയ വഴിയൊക്കെ പരിചയപ്പെട്ട വ്യക്തികളാണ് എന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റഗ്രാം അങ്ങനെ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അങ്ങനത്തെ ഓൺലൈൻ ചാറ്റിംഗ് ആയിരിക്കും നിങ്ങൾ കൂടുതൽ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം ആരാധിക്കുന്നു എന്ന് കാണുന്നു കേട്ടോ. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് തന്നെയാണ് അവരുടെ ആഗ്രഹം. നിങ്ങൾ തമ്മിൽ കണ്ടു കാണാൻ സാധ്യതയില്ല. അപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ തമ്മിൽ, അതായത് നിങ്ങളുടെ അവരുടെ മനസ്സിൽ നിങ്ങളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വ്യക്തിയാണ്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് സമയം മാറി വരും, ഇപ്പോഴത്തെ ഒരു ദൂരത്തിലാണ്, പക്ഷേ നിങ്ങൾ തമ്മിൽ കണ്ട് ആ കാര്യങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ചെയ്യാൻ അവർക്ക് സാധിക്കും എന്ന് തന്നെ അവർ ഉറച്ച് വിശ്വസിക്കുന്നു കേട്ടോ. കാണുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ കണ്ട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ സ്നേഹം വെളിപ്പെടുത്തണം, ഒരു പ്രപ്പോസൽ നിങ്ങൾക്ക് വെക്കണം. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് അവർ കരുതുന്നത്. അതോടുകൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു പുതിയ ടേണിംഗ് വരും. ഒരു നല്ല രീതിയിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ അവർ കരുതുന്നു. ഓക്കെ. അടുത്തത് 9 of Wands. ക്ലാരിഫൈ 9 of Wands, ക്ലാരിഫൈ 9 of Wands. Clarify 9 of Wands, clarify 9 of Wands. 2 of Cups, beautiful. Chariot, Page of Swords, very nice. നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആയിരുന്നെങ്കിൽ, എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലാണ്, യൂണിഫോംഡ് ജോബിലൊക്കെ ആയിരിക്കാം. ഓക്കെ. അങ്ങനെ ഉള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ നിങ്ങളെ ഇട്ടിരിക്കുകയായിരുന്നെങ്കിൽ അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അവർ ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നു. നിങ്ങളുടെ അടുത്തേക്ക് റീയൂണിയനുമായിട്ട് അവർ വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അവരുടെ ഭാഗത്ത് നിന്നൊരു 1-2 ദിവസത്തിനകം തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കോണ്ടാക്റ്റ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്നും കാണുന്നുണ്ട്. അവിടെ ഒരു റീയൂണിയൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ തെറ്റാണ് എന്ന് അവർ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തന്നെയാണ് സ്നേഹിക്കുന്നത്. അവിടെ മറ്റൊരാൾക്ക് സ്ഥാനമില്ല, ദൈവത്തിനൊഴികെ. ഒരേ ഒരു കേസിൽ അവിടെ ഒരു പ്രീസ്റ്റ് എന്നുള്ള സ്ഥലത്ത് അവർ ദൈവത്തിലേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അതൊരു പേഴ്സണായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഓക്കെ. റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇത് എനർജി ക്ലെയിം ചെയ്തോളൂ 222 കമൻറ്റ് ചെയ്തിട്ട് കേട്ടോ. പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.